ഹലോ സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് സിനിമയെക്കുറിച്ചാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എൻ്റെ സുഹൃത്തായ നൗഷാദ് അടിവാരം. ഹലോ നൗഷാദ് കാ, സിനിമ ആസ്വദിക്കുന്ന ഒരാളാണോ? സിനിമ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണോ? തീർച്ചയായിട്ടും സിനിമകൾ ധാരാളം കാണാറുണ്ട്, സിനിമ കണ്ട് ആസ്വദിക്കാറുമുണ്ട്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടിരിക്കേണ്ട സിനിമകൾ ഏതൊക്കെയാണ്? സിനിമകൾ ലോക സിനിമയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. ഇന്നും പ്രേക്ഷക മനസ്സിൽ വല്ലാതെ ടച്ച് ആയി ഭൂമിയിലെ എല്ലാ സ്ഥലത്തും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ. അതിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ ടെക്നോളജികളൊന്നും വളർന്നിട്ടില്ല. അന്ന് പരിമിതമായ ടെക്നോളജികൾ വെച്ചുകൊണ്ട് കണ്ണുകൾ ചലിപ്പിച്ച് ചുണ്ടുകൾ ചലിപ്പിച്ചാണ് അന്നത്തെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ നല്ലൊരു ആശയവും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അതായത് ഉള്ളവനും ഇല്ലാത്തവനും, അതായത് ഹാവ് ആൻഡ് ഹാവ് നോട്ട്, അത് ആ ഒരു ഫീലിംഗ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആ ഒരു മാറ്റർ അദ്ദേഹം വല്ലാതെ ആളുകളിൽ എത്തിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? സിനിമാ നടൻ ആരാണ്? മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിരീടം എന്നുള്ള സിനിമയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പിന്നെ നടന്മാരെന്നുള്ള രൂപത്തിൽ പറയുകയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും രണ്ടുപേരും രണ്ട് റൂട്ടിൽ സഞ്ചരിക്കുന്ന ആളുകളാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിച്ച് കാണിക്കുന്നൊരു അഭിനയം അദ്ദേഹത്തിൻ്റെ അടുത്തില്ല, അദ്ദേഹം ജീവിച്ച് കാണിക്കുകയാണ്. മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ആക്ടറാണ്. അതായത് ആ അഭിനയത്തിന് വേണ്ടി എന്ത് വേള സഹിക്കും. അഭിനയിച്ചിട്ട് കൊതി തീരാത്തൊരു മനുഷ്യനാണ് മമ്മൂട്ടി ഈസ് ആക്ടർ, ബട്ട് ഓൾസോ മോഹൻലാൽ ഈസ് ലിവിങ് ദർ. ഇഷ്ടപ്പെട്ട സിനിമ കിരീടമാണെന്ന് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ആ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം? കിരീടം സിനിമയിൽ അതിൻ്റെ തിരക്കഥ തന്നെ വല്ലാതെ ഒരു തിരക്കഥയാണ്. അതായത് ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ആഗ്രഹം പോലെ ഒരു പിതാവ് ഒരു മകനെ വാർത്തെടുക്കുകയാണ്, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രൂപത്തിൽ വളർന്നു വരണം എന്നുള്ള. അവസാനം അദ്ദേഹത്തിന് ഒരു ഗുണ്ടയായി മാറുന്ന ഒരു രൂപമാണ് ആ ഫിലിമിലെ ഏറ്റവും വലിയ ആവിഷ്കാരം ഇതായിട്ട് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ സിനിമയിൽ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ളൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ പുറകുന്ന് പിടിച്ചിട്ടാണ്. അതൊരു വയലിൽ ക്യാമറ പുറകുന്ന് പിടിച്ചിട്ട് ഒരു 70 സെക്കൻഡോളം ആളുകളെ ടച്ചിങ്ങിൽ ഇങ്ങനെ ഇരുത്തുന്ന ഒരു രംഗമുണ്ട്. അത് ലോക സിനിമയിൽ ആരും പരീക്ഷിക്കാത്ത ഒരു കാര്യമാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മോഹൻലാലിൻ്റെ പല ചിത്രങ്ങളും, അതായത് സ്ഫടികത്തിലുള്ള ആടുതോമയും സേതുമാധവനും രണ്ട് റൂട്ടിൽ പോകുന്നു. പക്ഷെ ഒരേ വ്യക്തിയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ ഉള്ള പ്രയാസം വരും. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ സണ്ണി ആയിട്ട് വരുന്ന മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി ആയിട്ട് വരുന്ന സൈക്കാട്രിസ്റ്റായിട്ട് വരുന്ന ആ സൈക്കാട്രിസ്റ്റിൻ്റെ ഇത് ഇപ്പോൾ അൾട്ടിമേറ്റ് രോഗം ഇപ്പോൾ വല്ലാതെ മറവി രോഗം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് 70% ആളുകൾക്കും. അപ്പോൾ വലിയ സയൻറ്റിഫിക്കുകൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഒന്ന് കാണണം എന്നാണ് പറയുന്നത്. നമുക്ക് മലയാളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നടനാണ് ദിലീപ്. മോഹൻലാലും മമ്മൂട്ടിയും ചെയ്യുന്ന റോളുകൾ ദിലീപിന് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ ദിലീപിൻ്റെ സിനിമകൾ മമ്മൂട്ടിക്കും മോഹൻലാലും ചെയ്യാൻ കഴിയുമോ? ദിലീപ് ഏറ്റവും കൂടുതൽ ജനപ്രിയനായ നടനാണ്. നമുക്ക് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളില്ലെങ്കിൽ തന്നെയും ഈ കുട്ടികൾക്ക് ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ ഒരു 10 വയസ്സിന് താഴെ, ഒരു 20 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഈ ദിലീപ് ശരിക്കും ചില സിനിമകൾ ചെയ്തതൊന്നും മമ്മൂട്ടി മോഹൻലാലിനും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ എളിയവനായ എനിക്ക് തോന്നുന്നത്. അതേസമയം മമ്മൂട്ടി മോഹൻലാലും ചെയ്തത് ചിലപ്പോൾ ദിലീപിന് ചെയ്യാൻ കഴിയും എന്നും തോന്നുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വരാം. ഓക്കെ.